രാമൻകുട്ടി, വെൽക്കം ടു ദ സ്റ്റേജ്. നമ്മളങ്ങനെ കുറച്ച് നാളിന് ശേഷം ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രോഡക്റ്റ്. ബോയയുടെ ഒരു വയർലെസ് മൈക്രോഫോൺ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ജംപ് ദ വീഡിയോ. ഇതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്. മൾട്ടി കോമ്പാക്റ്റബിൾ 2.4 GHz ഡുവൽ ചാനൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റമാണ് ഗൈസ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. പെട്ടിയൊക്കെ കാണാൻ കൊള്ളാം കേട്ടോ, വൈറ്റിൽ എഴുതിയിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. സോ ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ രാമൻകുട്ടി നീ ഞെട്ടും. കാര്യം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 2 ബോക്സ് ആണ്. ഒന്നിൽ നമ്മുടെ പ്രോഡക്റ്റ്, രണ്ടാമത്തേൽ ഈ പ്രോഡക്റ്റിന്റെ ബാക്കിയുള്ള അക്സസറീസ് ആയിരിക്കും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ചാർജറാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതെന്തിനാണ്? സി ടൈപ്പ് USB ചാർജറാണ്, കേബിള്. ഇത് ചാർജ് ചെയ്യാനുള്ള സാധനമാണ്. ഈ കേബിളാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ആൻഡ് അടുത്തതായിട്ട് കിട്ടുന്നത് ഈ ഒരു സഞ്ചിയാണ് ഗൈസ്. ഇത് കൊള്ളാം കേട്ടോ, ബോയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ഇത് വിതാന്നിരിക്കുന്നതാണ്, കൊള്ളാം ഇത്. ഈ സഞ്ചി ഇത് നമുക്ക് മറ്റേ മൈക്രോഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള സഞ്ചി. ഇതാരും വായിക്കാത്തൊരു സാധനമല്ലേ, ഞാനും പ്രത്യേകിച്ച് വായിക്കുന്നില്ല. കൊള്ളാം, പടമൊക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് പടത്തിന്റെ കാര്യമില്ല, ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാൽ പോരെ. സോ പിന്നെ ഇത് വാറണ്ടി കാർഡ്, ഇത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ ഒരു വാറണ്ടി കിട്ടൂല. ഇത്ര ഐറ്റമാണ് ഒന്നാമത്തെ പെട്ടിയിലുള്ളത്. അതിന്റെ രണ്ടാമത്തെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ രാമൻകുട്ടി, അതിന്റെ രണ്ടാമത്തെ പെട്ടിയിലാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതിന്റെ ഈ പെട്ടി കൊള്ളാം കേട്ടോ. ഈ പെട്ടിയിലാണ് ഐറ്റം ഉള്ളത്. ഫ്രണ്ടിലെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലോണം അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇതിൽ നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. ആൻഡ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു 4 LED ബൾബ് ഉണ്ട്. ഈ ബൾബ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടിയിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഇൻഡിക്കേറ്റർ ആണ് കേസ് ഇത്. അപ്പൊ നമ്മള് ഈ ചാർജ് കുത്താൻ നേരത്തെ ഈ ബൾബ് കത്തും, പ്രകാശം. സോ അതിൽ കൂടെ നമുക്ക് ചാർജിൽ എത്രത്തോളം, പെട്ടിയിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിസീവർ, 2 ട്രാൻസ്മിറ്റർ ആണ്. ട്രാൻസ്മിറ്ററും റിസീവറും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കുത്തിയിരിക്കുന്നതാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ മറ്റേ ക്യാമറയിൽ കുത്തിയിരിക്കുകയാണ് റിസീവർ. യെസ്, ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് പോകുന്ന സാധനത്തിന്റെ വോയിസ് അത് പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഇതിലോട്ട് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും. സോ അതാണ് ട്രാൻസ്മിറ്റർ. അതേപോലത്തെ 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. അതായത് ഒരേ സമയം എന്റെയും പിടിക്കുക, അപ്പുറത്തിരിക്കുന്ന അണ്ണന്റെയും പിടിക്കുക. അതാണ് 2 ട്രാൻസ്മിറ്റർ. ആൻഡ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന്റെ കൂടെ വരുന്നത് 3 അഡാപ്റ്റർ ഉണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ലൈറ്റ് കത്തിയതാണ്, ബൾബ് കത്തുന്നുണ്ട് കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്ത് ഇപ്പം കൊടുത്തേക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഈ ഒരു നീല സ്വിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി നൈസായിട്ട് ഇളവി വന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇത് ലൈറ്റിംഗ് അല്ല, ലൈറ്റ്നിങ്, ഈ സാധനം കണ്ട, ഈ പോർട്ട്, ലൈറ്റ്നിങ് പോർട്ടോ അല്ലെങ്കിൽ C പോർട്ടോ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഇതേപോലെ ഈസി ആയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും കണ്ട. അതേപോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്നത് ഒരു ലൈറ്റ്നിങ് ഉണ്ട്, ഒരു C ടൈപ്പ് ഉണ്ട്, ആൻഡ് 3.5 mm TRS അഡാപ്റ്ററും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 3 ഐറ്റമാണ് ഇതിന്റെ കൂടെ വരുന്നത്. കൊള്ളാതെ നമുക്ക് മാറ്റി കുത്താം ഒരേ സമയത്തല്ല, ഡിഫറെന്റ് ടെക്നിക്ക്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മറന്നു പോയത്, ഇത് കണ്ട, അപ്പൂപ്പന്റെ താടി പോലെ ഇരിക്കും സംഭവം. ഇത് അപ്പൂപ്പൻ താടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നോയ്സ് കുറയ്ക്കാനായിട്ടുള്ള ഐറ്റമാണ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സുന എടുത്ത് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ അപ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസിനൊക്കെ നല്ല ക്വാളിറ്റി കിട്ടും. നോയ്സ് റെഡ്യൂസർ എന്നോ വിൻ ബഫ് എന്നോ അങ്ങനെയാണ് ഇതിന്റെ പേര്. അപ്പൂപ്പന്റെ താടി കൊണ്ട് ഉണ്ടല്ലേ, പുതിയാകട്ടെ പറക്കുമോ. ട്രാൻസ്മിറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ പവർ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് വരുന്നത്. ഇത് കാണുന്നുണ്ടാ? ആൻഡ് തൊട്ട് താഴെയായിട്ട് നമ്മുടെ നോയ്സ് കുറയ്ക്കാനായിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് കുറഞ്ഞു വരും. ആൻഡ് ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് കൂടി വരും. അതാണ് സംഭവം. നോയ്സ് കുറയ്ക്കാനും കൂട്ടാനായിട്ടുള്ള ഒരു സ്വിച്ചും പിന്നെ പവർ ഓണും ഓഫും. ഇതിൽ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഇതാണ്ട് ഇതിൽ തന്നെ നമ്മൾ ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇവിടെ തന്നെ, അതിന്റെ മ്യൂട്ട് ആക്കാനും പറ്റും കേട്ടോ. ഇതിൽ ഒരു പ്രാവശ്യം കൂടെ ഓൺ ആക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞെക്കി കഴിഞ്ഞാൽ മ്യൂട്ട് ആവും. ഓൺ ആക്കാൻ നേരത്ത് നീല കളറ്, മ്യൂട്ട് ആക്കാൻ നേരത്ത് ചുവന്ന കളറ്. അതാണ് ഇതിന്റെ സ്വിച്ച്. പിന്നെ ചാർജർ കേസിൽ നമുക്ക് 2 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് ഫുള്ള് ചാർജ് പോയി, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ ചാർജറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ പറ്റും. ലൈക്ക് പവർ ബാങ്ക് പോലെ ഒരു സാധനം. എടാ വേറൊരു സംഭവം, ഇത് മാഗ്നറ്റ് ആണ്. ഇത് മാഗ്നറ്റ് ആണ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അതന്നെ ഇതാണ് ഈ നമ്മുടെ മറ്റേ സാധനം C ടൈപ്പിന്റെ. അതുകൊണ്ട് ഇങ്ങനെ ഈസി സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്ര ഐറ്റങ്ങളാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇതിന്റെ ഒരു ഔട്ട്ഡോറും കൂടെ എടുത്താലേ, എന്റെ ഫോണിൽ വെച്ചെടുത്ത് നോക്കട്ടെ, കൊള്ളാമോ?
സോ ഗൈസ് വെൽക്കം ബാക്ക്, എല്ലാവർക്കും ഒരിക്കൽ കൂടി. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുറത്താണ്. ഞാൻ ഈ പുറത്ത് നിന്നിട്ടാണ് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കാറ്റൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിൻ ബഫ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നോയ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല എത്രത്തോളം ആണെന്ന്. അതെനിക്ക് എഡിറ്റിംഗ് ടൈമിൽ മാത്രമേ ഇനി അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളാണ് ഈ ഒരു മൈക്കിനുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇത് കൊള്ളാമോ ഇല്ലേന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈസി ആയിട്ട് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ബോയയുടെ ഈ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ കണക്ട് ചെയ്തിരുന്നത് TRSലായിരുന്നു. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് USB-യിലാണ്. എൻ്റെ ഫോണിലും കൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. സോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി പോട്ട് ചൂടെടുത്ത് പൊണ്ടരടങ്ങുന്നു. അയ്യോ വെയിൽ ഉച്ച 3 മണി ചത്ത് ഞാൻ കുറച്ച് നേരം വെളിയിൽ പോയി നിന്നപ്പോഴത്തേക്കും. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ബയോയിൽ കയറി നോക്കുക. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ, അറിയത്തില്ല. മൊബൈലായിരുന്നു, എൻ്റെ മൊബൈൽ 6 വർഷം പഴക്കമുള്ളതാണ്. എൻ്റെ മിക്കൊക്കെ പുതിയതുണ്ട്, പക്ഷേ ഫോൺ ഇപ്പോഴും ജാമ്പോൻ്റെ കാലത്തെ ഫോണാണ്. ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നു എനിക്ക്, അതുകൊണ്ട് റെക്കോർഡിങ് കുറച്ച് നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ബയോയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അമ്മസുക്കിണി കയറി ഇതടിച്ചാലും മതി, കിട്ടും. സോ ക്വാളിറ്റി കൊള്ളായിരുന്നാ? എൻ്റെ ഫോണിൻ്റെ നോക്കണ്ട, മൈക്കിൻ്റെ കൊള്ളായിരുന്നില്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. രാമൻകുട്ടി ഞെട്ടാൻ തയ്യാറായിക്കോ, കുട്ടപ്പനായിരുന്നു. ഓടി.